എടാ കുഞ്ഞു, എന്തോ ആ, നീ വിദ്യയായിട്ട് സെക്സ് ചെയ്തായിരുന്നോ? ആര് പറഞ്ഞു? ചെയ്തോ ഇല്ലയോ? മീനൂസേ, ഓ, ഞാൻ ഇച്ചിരി ഫിറ്റാ. നമുക്കിത് നാളെ സംസാരിച്ചാൽ മതിയോ? പറ്റില്ല, ഇപ്പൊ അറിയണം. ഇപ്പൊ പറഞ്ഞ് ശരിയാവൂല, ഞാൻ അത്യാവശ്യം ഫിറ്റാ. അതായിക്കോട്ടെ, എനിക്കിപ്പൊ അറിയണം. ഞാൻ അറിഞ്ഞ കാര്യമാണ് ചോദിക്കുന്നത്. എനിക്കറിയാം, നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതെ, ആ, എനിക്കും അവക്കും മാത്രം അറിയാവുന്നത് നിനക്കറിയണമെങ്കിൽ അവള് നിന്നോട് പറഞ്ഞു കാണും. അതെന്തോ ആയിക്കോട്ടെ. അവള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാ. ആ, ഞാൻ അറിഞ്ഞത് സത്യമാണോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞാ മതി. അവൾ എന്ത് പറഞ്ഞു? അത് നീ അറിയേണ്ട ആവശ്യമില്ലല്ലോ. അത് നീ എടി, അറിയണ്ട. ഉം, അത് അവൾ എന്ത് പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. ഉം. ആ, നടന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല, നടന്നു എന്ന് വെച്ചാ ഞാൻ പറയാം. ഇതിന്റെ പേര് ഇനി വഴക്കൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത്. എന്നാലും നിനക്ക് എങ്ങനെ തോന്നി കുഞ്ഞു? അതാ ഞാൻ പറഞ്ഞത്, ഞാൻ കുറച്ച് ഫിറ്റാണ്, നാളെ സംസാരിക്കാന്ന്. പറ്റത്തില്ല, എനിക്കറിയണം. പറ, ഇപ്പൊ പറയണോ? ഇപ്പൊ പറയണം. എന്റെ ഒരു കാര്യം ചെയ്യും, ഉം. അവളോട് വഴക്കൊന്നും ഉണ്ടാക്കാൻ നിൽക്കില്ല. ഇല്ല, കാര്യം പറ. എടി, 2 ദിവസം മുന്നേ, രണ്ടല്ല, ഉം, മൂന്ന് ദിവസം മുന്നേ, ഉം, അതായത് കഴിഞ്ഞ ശനിയാഴ്ച, ഉം, അവൾക്ക് തിരുവനന്തപുരത്ത് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഉം, അപ്പോ ഇന്റർവ്യൂവിന് ഞാനാ കൊണ്ടുപോയത്. അത് ഉം. അവള് നിന്നോട് പറഞ്ഞിരുന്നു. ഇല്ല, ഇന്റർവ്യൂവിന് ഞാനാ കൊണ്ടുപോയത്. ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, ഉം. പോവെന്നും പറഞ്ഞിരുന്നു. ഞാനാ കൊണ്ടുപോയത്. അപ്പൊ എനിക്കും തിരുവനന്തപുരത്ത് കൊണ്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു. ഉം, അപ്പൊ ഓൾറെഡി ഞാൻ അവിടെ പോകുന്നതുകൊണ്ട് എൻ്റെ കൂടെ വരാൻ പറഞ്ഞു, അങ്ങനെ കൊണ്ടുപോയതാ. ഉം, അവിടെ ചെന്നു. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം 11 മണിയൊക്കെ അവിടെ ചെന്നു രാവിലെ. പക്ഷെ ഇന്റർവ്യൂ നല്ല തിരക്കുണ്ടായിരുന്നു. ഉം, എല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 3-3:30 ആയി. പക്ഷെ അത് കിട്ടത്തില്ലടി, അത് കുറച്ച് ടഫായിരുന്നു. അവൾ ഇറങ്ങിയപ്പം പറഞ്ഞായിരുന്നു. ഉം, ഉം. 3:30 അവള് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. ആ, പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവളെ മൂഡ് ഓഫ് മാറ്റാൻ വേണ്ടി കുറച്ചു നേരം ഞങ്ങൾ ബീച്ചിൽ പോയി. അവിടെ അടുത്ത് ബീച്ച് ഉണ്ടായിരുന്നു. ഉം, ബീച്ചിൽ പോയി കുറച്ചു നേരം ഇരുന്നു, സംസാരിച്ചു. നിനക്കറിയാലോ, നമ്മൾ പണ്ട് തൊട്ടേ സുഹൃത്തുക്കളല്ലേ. ഉം. ഞങ്ങള് ലൈഫിൽ ആദ്യമായിട്ടാണ് സെക്സ് ചെയ്യുന്നത്. അതിന് മുന്നേ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനൊരു ഫീലോ അങ്ങനെ ഒരു തോന്നലോ ഒന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അവൾക്കും തോന്നിയിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ ആ, അപ്പ എങ്ങനെ തോന്നി നിങ്ങക്ക്? പറയാം. ഉം, ആ, എന്നിട്ട് ഉം, ബീച്ചിൽ പോയി അവിടെ കുറെ നേരം കറങ്ങി അടിച്ച് കിടന്നു, കുറേ സംസാരിച്ച്. ഉം, അവളുടെ പ്രണയം ഒരു 3 മാസം മുന്നേ പൊട്ടിയായിരുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഉം, സംസാരിച്ച് ആ പ്രണയത്തിന്റെ കാര്യത്തിലൊക്കെ അവള് ഭയങ്കര വിഷമത്തിലായിരുന്നു. ഓൾറെഡി ഇന്റർവ്യൂവിന്റെ വിഷമം അവൾക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ പ്രണയകാര്യം എടുത്തിട്ട് അത് കൂടുതലായി. ഉം, പിന്നെ ഞാൻ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എടുത്ത് കൂളായി. ഉം, അങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിച്ച് ഞാൻ എൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തിയിടേ അവളെ. ഉം, അതായത് ഞങ്ങളൊരു മറ്റേ കടൽ ഭിത്തി ഉണ്ട് കേട്ടോ അവിടെ. ഉം, ഈ കടൽ ഭിത്തിയുടെ കല്ലിരുന്ന് സംസാരിക്കുന്നത്. അപ്പം ഞാൻ സിഗരറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഉം, അപ്പം ഞാൻ സിഗരറ്റൊക്കെ വലിച്ച്, അപ്പം അവളവിടെ ഇരിപ്പുണ്ട്. വലിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കാൻ നേരത്ത് അവളിങ്ങനെ ഒരു പരിധി കൂടുതൽ അവൾ മൂഡ് ഓഫ് ആവുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് അവളെ എൻ്റെ അടുത്തോട്ട് ഇരുത്തിയിട്ട് ഞാൻ ഇങ്ങനെ സമാധാനിപ്പിച്ചു. അപ്പോൾ അവൾ എൻ്റെ ഷോൾഡറിലേക്ക് തല ഇങ്ങനെ ചായച്ച് കിടന്നു. ഉം, അതായത് എൻ്റെ കൈ അവളുടെ സൈഡിലുണ്ട്. ഉം, അപ്പം എൻ്റെ കൈയുടെ മസിലൊക്കെ വരുന്ന ഭാഗമില്ലേ, ഉം, ആ ഭാഗത്ത് അവൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച്, ഉം, കയ്യിൽ ഉം, കെട്ടിപ്പിടിച്ചിട്ട് അവളുടെ തല എൻ്റെ തോളിൽ ചായച്ച് വെച്ച് ഉം, കിടന്ന് സംസാരിക്കുക. ഉം, അപ്പം ഞാൻ ഇങ്ങനെ നോർമലി സംസാരിച്ചിരുന്നിട്ട് ഉം, കുറേ നേരം അങ്ങനെ കെട്ടിപ്പിടിച്ചെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലാണ് കെട്ടിപ്പിടിച്ചേക്കുന്നത് കേട്ടോ. ഉം, ഈ കയ്യിൽ കെട്ടിപ്പിടിക്കുമ്പോൾ എൻ്റെ കൈ സ്വാഭാവികമായിട്ട് അവളുടെ മുലയിലാണ് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പം മുലയുടെ അതിലേക്ക് കൂടെ ആണല്ലോ കൈ താഴേക്ക് പോകുന്നത്. ഉം, അപ്പം ഞാനിങ്ങനെ എൻ്റെ കുറച്ചു നേരം അങ്ങനെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ്, അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ കഴച്ച്. അതായത് കുറേ നേരമായപ്പോൾ കൈ അങ്ങനെ ഇരിക്കുമല്ലേടി. ഉം, അപ്പോൾ കൈ ഇങ്ങനെ കഴിച്ചപ്പോൾ ഞാൻ അവളുടെ കൈ ഇങ്ങനെ വിടിയിച്ച്. ഉം, ഞാൻ കൈ വിടിയിച്ചിട്ട് കുറേ നേരം ഒരേ പൊസിഷനിൽ ഇരുന്നതിൻ്റെയാ. അപ്പം വേറൊരു പൊസിഷനിലേക്ക് വെക്കാൻ വേണ്ടി കൈ ഇങ്ങനെ മാറ്റിയപ്പോൾ അവള് തന്നെ ആ കൈ ഇങ്ങനെ പിടിച്ച് അവളുടെ
അവളെ ഇങ്ങനെ എന്നിലേക്ക് ചേർത്ത് വരുന്ന രീതിയിൽ ഇപ്പുറത്തേക്ക് കൈ നമുക്കിങ്ങനെ കൈ നമ്മളെ ചേർത്ത് ഒരാളെ ചേർത്ത് പിടിക്കാമല്ലോ. ഇപ്പൊ ഒരാൾ നമ്മളെ അടുത്ത് നിൽക്കുവാണെങ്കിൽ അയാളുടെ ബാക്കിൽ കൂടെ കൈയിട്ട് അവരുടെ ഓപ്പോസിറ്റ് ഉള്ള ആ കൈയുടെ ആ ഭാഗത്ത് കൊണ്ടുവന്ന് ആ ജോയിന്റിന്റെ അവിടെ കൊണ്ടുവന്നിട്ട് നമ്മളിലേക്ക് ചേർത്ത് നിർത്താമല്ലോ. അവിടെ ഇങ്ങനെ അവള് തന്നെ കൈ പിടിച്ചു വെച്ച അവിടെ. അപ്പൊ ഞാൻ ഇങ്ങനെ എന്നിലേക്ക് ചേർത്ത് നിർത്തി. പിന്നെ കുറച്ച് വികാരത്തോടെയുള്ള സംസാരമായിരുന്നു അടി. അപ്പം ഭയങ്കര ഫീലായിരുന്നു. അപ്പൊ അവളെന്താ ചോദിച്ച്, എടാ നിനക്ക് എന്നെ പ്രേമിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നിരുന്ന് എപ്പോഴൊക്കെയോ ഞങ്ങൾ കുറച്ച് ഭയങ്കര മൂഡായിപ്പോയി. ഭയങ്കര മൂഡായി ഒരു വല്ലാത്ത ഫീലായിപ്പോയി. ഭയങ്കര ഫീല് എന്നുവെച്ചാൽ കുറെ നേരം കൊണ്ട് അങ്ങനെ ഇരിക്കുവല്ലേ. അങ്ങനെ ഇരിക്കുന്നു. അവളെ ആദ്യമായിട്ട് അവൾ അങ്ങനെ ഇരിക്കുന്നു എൻ്റെ അടുത്ത്. നിനക്കറിയാലോ, അവൾക്ക് അത്യാവശ്യം എല്ലാം ഉണ്ട് അവൾക്ക്. അവളുടെ ബ്രസ്റ്റ് സൈസ് 36 അതെന്റെ ദേഹത്തേക്ക് ഇങ്ങനെ അമരുന്നുണ്ട് അവൾ എന്നോട് ചേർന്നിരിക്കുമ്പോൾ. എനിക്കാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു കിക്ക് കിട്ടി, എന്താ പറയുന്നതിന്. അപ്പോ ഞാൻ അവളുടെ ക്യാഷിൽ ചോദിച്ചു, എടി ഇന്ന് പോകണോ, ഇന്ന് നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല, പോയേ പറ്റൂ, വീട്ടിൽ ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ സമയം അറൗണ്ട് ഒരു 4 മണിയൊക്കെ കഴിഞ്ഞു, 4:30-5 മണിക്കടുത്തായി. അപ്പൊ ഞാൻ പറഞ്ഞു എത്ര മണിക്ക് വീട്ടിൽ ചെല്ലണമെന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞ് ലേറ്റ് ആയാലും കുഴപ്പമില്ല, പക്ഷെ ഇന്ന് വീട്ടിൽ ചെല്ലണം എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ലേറ്റ് ആവുമെന്ന് വിളിച്ച് പറഞ്ഞിട്ട് നേരെ പോയിട്ട് ഞങ്ങൾ കുറച്ച് ഫുഡ് വാങ്ങിച്ച് 2 ബിയറും എടുത്ത് നേരെ ഒരു ഓയോ റൂം ബുക്ക് ചെയ്ത് റൂമിൽ പോയിട്ട് നേരെ ഞങ്ങള് ആദ്യം തോർത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി കുളിച്ചു. അതിനുശേഷം അവൾ പോയി കുളിച്ചിട്ട് നേരെ വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നതോടൊപ്പം തന്നെ ബിയർ കഴിച്ചു. അവളും കുറച്ച് കഴിച്ചു, അധികമൊന്നും അവൾ കഴിച്ചില്ല, കുറച്ച് കഴിച്ചോളൂ. ഞാനും കഴിച്ചൊക്കെ ഇരുന്നിട്ട് അത്യാവശ്യം ഞാൻ നല്ല കിക്കായി കഴിഞ്ഞപ്പോൾ അവള് ഞാൻ അവിടെ ഇങ്ങനെ ചേർന്നിരുന്നിട്ട് പെട്ടെന്ന് രണ്ടുപേരും അവിടെ കെട്ടിയൊക്കെ പിടിച്ചു. അപ്പൊ അവള് ടോപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു, ഞാനൊരു ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു, ഉടുപ്പിട്ടിട്ടില്ലായിരുന്നു. കെട്ടി അങ്ങ് പിടിച്ചു. കെട്ടിപ്പിടിച്ചിട്ടെന്ന് പറഞ്ഞാൽ ആ കെട്ടിപ്പിടുത്തം വിട്ടില്ലടി, ഭയങ്കരമായിട്ട് അങ്ങ് കെട്ടിപ്പിടിച്ചു. അവളെ മുല എൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ അമരുന്ന രീതിയിൽ അങ്ങ് ഇരുന്നാ കെട്ടിപ്പിടിക്കുന്നത്, എണീറ്റില്ല. കെട്ടിപ്പിടിച്ചിട്ട് ആ കെട്ടിപ്പിടുത്തത്തിൽ തന്നെ ഞാൻ അവളുടെ കഴുത്തിലൊരു ഉമ്മ കൊടുത്തു. അവള് പറഞ്ഞ് വെച്ചോണ്ട് എന്നെ അമർത്തി അങ്ങ് കെട്ടിപ്പിടിച്ചു. പിന്നെ അങ്ങ് എണീറ്റ് നല്ല അമർത്തി കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് അങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ദേഹത്തൊക്കെ തലോടാൻ തുടങ്ങി. അവളും ഇങ്ങനെ ഭയങ്കരമായിട്ട് തലോടാൻ തുടങ്ങി. അപ്പൊ ഞാൻ ജസ്റ്റ് അവളുടെ മുഖത്ത് നോക്കിയപ്പോൾ അവൾ എന്റെ കണ്ണിൽ തന്നെ നോക്കുക, ഒരുമാതിരി തീഷ്ണമായ നോട്ടം. ഞാനിങ്ങനെ അവളുടെ ചുണ്ടിനടുത്തോട്ട് കൊണ്ടു ചെന്നു കേട്ടോ. അപ്പൊ പെട്ടെന്ന് ചുണ്ടിങ്ങനെ കടിച്ച് പറിച്ച് ഉറിഞ്ചി അങ്ങ് കുടിക്കാൻ തുടങ്ങി രണ്ടുപേരും കൂടെ, ലിപ് ലോക്ക്. എന്നിട്ട് നേരെ കട്ടിലേക്ക് അങ്ങ് വീണു. എന്നിട്ട് ബാക്കിയൊക്കെ ഞാൻ വിശദമായി പറയണ്ടല്ലോ. കട്ടിലേക്ക് വീണു, സെക്സ് ചെയ്തു. കോണ്ടം വാങ്ങിച്ചില്ലായിരുന്നു, കാരണം സെക്സ് ചെയ്യും എന്നൊരു ധാരണയില്ലായിരുന്നു, അതുകൊണ്ട് കോണ്ടം ഒന്നും വാങ്ങിച്ചില്ലായിരുന്നു. പിന്നെ അവളുടെ ഫസ്റ്റ് സെക്സ് ആണെന്ന് തോന്നുന്നു, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. അതെങ്ങനെ മനസ്സിലായി ഫസ്റ്റ് സെക്സ് ആണെന്ന്? ചെറിയ രീതിയിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു, വളരെ ചെറിയ രീതിയിൽ. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത്. പക്ഷെ പെയിനൊന്നും ഇല്ലായിരുന്നു അവള് പറഞ്ഞു. അവളുടെ ഞാൻ ചോദിച്ചായിരുന്നു, അപ്പൊ അവള് പറഞ്ഞില്ല, മുൻപ് സെക്സ് ഒന്നും നടന്നില്ല. പിന്നെ അവളെ നമുക്കറിയാലോ, എത്രയോ വർഷം കൊണ്ട് നമുക്കറിയാം. നിനക്കും അറിയാവുന്നല്ലേ, നിനക്ക് തോന്നുന്നുണ്ടാവും മുൻപ് സെക്സ് ഉണ്ടായിട്ടുള്ളതായിട്ട്? അതില്ല, എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. നിങ്ങള് എന്ന് കരുതി ഞങ്ങൾ തമ്മിൽ പ്രണയമോ കല്യാണം കഴിക്കുമെന്നോ ഒന്നും അല്ല ഞാൻ ഈ പറയുന്നത്. അതൊരു സിറ്റുവേഷനിലങ്ങ് സംഭവിച്ചു, അതിനി ചെയ്യണമെന്നും ഞങ്ങൾക്കില്ല. അതിങ്ങോട്ട് തിരിച്ചു വരുന്ന വഴിക്ക് വണ്ടി ഇരുന്ന് പറയുകയും ചെയ്തു, ഇനി ഇത് വേണ്ട, ഒരു തവണ മതി എന്ന് പറഞ്ഞു. അവൾ നിന്നോട് എന്താ പറഞ്ഞു? എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയില്ല. അവള് ഭയങ്കരമായിട്ട് എൻജോയ് ഒക്കെ ചെയ്തു. ഞാനാ പറഞ്ഞത്, അവളല്ല പറഞ്ഞത്, ഞാനാ പറഞ്ഞത് ഇനി ഇത് വേണ്ട, കാരണം നമ്മൾ തമ്മിൽ കല്യാണമൊന്നും കഴിക്കത്തില്ല. ഒരു സിറ്റുവേഷനിലൊക്കെ സംഭവിച്ചു പോയി. അവൾക്കും അറിയാം, എനിക്കും അറിയാം നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കത്തില്ലെന്ന്. പിന്നെ അതുകൊണ്ട് നമുക്കിത് കണ്ടിന്യൂ ചെയ്യണ്ടെന്ന് പറഞ്ഞു.
എറൗണ്ട് ഒരു 1.5 മണിക്കൂറോളം ഞങ്ങൾ ചെയ്തു. 1.5 മണിക്കൂറാ? ഒരു 1.5 മണിക്കൂർ സെക്സ് ചെയ്തു. അടിപൊളി. ഫോർ പ്ലേ അടി കൂടുതലും ചെയ്തത്. എനിക്കറിയാലോ നിന്നെ. അവള് അടിപൊളിയാടി, ആഹാ. പൊളിയാ. 36 എന്ന് പറഞ്ഞാലും നല്ല കിടിലൻ സാധനമാണ്. നിന്റെ കണക്ക് തന്നെ. നിന്റെ കണക്കെന്ന് പറഞ്ഞാൽ നല്ല ഹാർഡാ, സോഫ്റ്റ് അല്ല. അതായത് നല്ല സുഖം അതി പിടിക്കാൻ. ഞാൻ നിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ, നിന്റെ നല്ല സുഖം പിടിക്കാണ്. അതായത് വെറും അങ്ങ് ബലൂൺ നിറച്ച് വെള്ളം നിറച്ച ബലൂൺ പോലെ അല്ലത്. അത് കുറച്ച് ഹാർഡാ, വികാരം വരുമ്പോൾ ഹാർഡാവുന്നുണ്ട്. അതാണ് പിടിക്കാൻ സുഖം. നല്ല സുഖം ഉണ്ടായിരുന്നു. സാറിന്റെ മെയിൻ. അവള് വിശദമായി വല്ലതും പറഞ്ഞോ? അത് പറ. അതൊക്കെ എനിക്കറിയാം, ഞാൻ അറിഞ്ഞോ. ഇതിലെക്കാട്ടും കൂടുതൽ വിശദമായിട്ട് എന്നോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ 69 പൊസിഷനിലേക്ക് കളിച്ചടി. 69 പൊസിഷനോ? 69 പൊസിഷനില്ല, 6-9.